ഹായ് കൂട്ടുകാരെ, ഞാൻ ജയന്തി. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ലെഡ് ലൈറ്റ് ഇടുമ്പോഴുള്ള ദോഷങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലൈസൻസ് എടുക്കുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് പറയുന്ന റൂളുകളുണ്ടല്ലോ, ആ റൂളുകളിൽ അവർ ലൈസൻസ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടേതായ രീതിയിലാണ് വണ്ടി ഓടിപ്പിക്കുന്നത്. അപ്പോൾ ലൈസൻസ് കിട്ടിയത് കൊണ്ട് മാത്രമായില്ല ഒരു വണ്ടി എങ്ങനെ ഓടിപ്പിക്കാം എന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ റോഡിൽ എത്രയോ അപകടങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഒരു 50% നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു കണ്ണിൽപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല വണ്ടികളും 2 വീലർ ആയിക്കോട്ടെ, 3 വീലർ ആയിക്കോട്ടെ, 4 വീലർ ആയിക്കോട്ടെ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റൈറ്റിലേക്ക് വണ്ടി തിരിക്കുക. ഇങ്ങനെ പല സ്ഥലത്തും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ബാക്കിൽ വരുന്ന വണ്ടിക്കാർ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ എന്താണ് വിചാരിക്കുക, അവർ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് വിചാരിച്ച് അവർ റൈറ്റിലേക്ക് ഓവർടേക്ക് എടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് റൈറ്റിലേക്ക്. അപകടം ഉണ്ടായതിനു ശേഷം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഇൻഡിക്കേറ്റർ ഇട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ചില ഇൻഡിക്കേറ്ററുകൾക്ക് സൗണ്ട് ഉണ്ടാവില്ല, ചില ഇൻഡിക്കേറ്ററുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കണേ ഇല്ല ഡ്രൈവർമാർ. അപ്പോൾ നമ്മൾ അത് ഒരുപാട് അപകടങ്ങൾക്ക് കാരണമാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഡിക്കേറ്റർ പരമാവധി സൗണ്ട് ഉള്ളത് ഉണ്ടാക്കാൻ നോക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇൻഡിക്കേറ്റർ ഏകദേശം റോഡ് എത്തുന്നതിനേക്കാളും ഒരു 2 സെക്കൻഡ് മുമ്പ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് ഒരു കുഴപ്പം സംഭവിക്കാൻ പോകില്ല. ബാക്കിയുള്ള ആൾക്ക് അത് കൺട്രോൾ ചെയ്ത് ഓടിപ്പിക്കാനും അവർക്ക് സ്ലോ ഇടാനും എല്ലാത്തിനും ഒരു സമയം കിട്ടും. ഇത് നമുക്കിപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിലേക്ക് വണ്ടി തിരിക്കുന്നു. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ലൈസൻസ് കിട്ടുന്നത് വരെ മാത്രം നമ്മൾ റൂളുകൾ പാലിച്ചാൽ പോരാ. നമ്മുടെ റോഡ് നിയമങ്ങൾ നമ്മൾ പാലിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് എല്ലാ അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇൻഡിക്കേറ്റർ നോക്കിയിട്ടാണ് ബാക്കിയുള്ള ആളുകൾ നമ്മൾ വണ്ടി ഓടിപ്പിക്കുക, അല്ലേ കൂട്ടുകാരെ? നിങ്ങൾക്കറിയാലോ, ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന് പിന്നിൽ നമ്മുടെ റൂളുകൾ തെറ്റിക്കുന്നത് മൂലമാണ് ഭൂരിഭാഗം അപകടങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് വശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇടണം, ഏത് വശത്തേക്കാണ് നമ്മൾ തിരിയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വശത്തേക്ക് തന്നെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ ബാക്കിൽ കൂടെ നമ്മൾ ഓവർടേക്ക് നമ്മൾക്കും അതുപോലെ തന്നെ ബാക്കിൽ വരുന്ന വണ്ടിക്കാർക്കും അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊരു വണ്ടി ഓടിപ്പിക്കാനായിട്ട്. എല്ലാവർക്കും ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വിചാരമുണ്ട്, ഞാൻ എല്ലാം തികഞ്ഞ ഒരാളാണ് വണ്ടി ഓടിപ്പിക്കാനുള്ളത്. പക്ഷേ നമുക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. നമുക്ക് റോഡിൽ കൂടെ വണ്ടി ഓടിപ്പിക്കാനായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ഇടാനായിട്ട് നന്നായി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ ലൈസൻസ് കിട്ടുന്ന ആ സമയത്തുള്ള അത് അതേപോലെ തന്നെ പാലിച്ചിരിക്കണം, അല്ലെങ്കിൽ ഓരോ അപകടങ്ങളും വരാനായിട്ട് സാധ്യതയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇനി അടുത്ത വീഡിയോ കാണുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ.